നമസ്കാരം. കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകമായി ചേർന്ന നിയമസഭാ സമ്മേളനത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. സഭയുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ പറ്റിക്കാനുള്ള തട്ടിപ്പ് വിദ്യയുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തിറങ്ങിയതെന്ന് പറഞ്ഞു. പിന്നാലെ സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. എന്നാൽ അവരവരുടെ സ്വഭാവം അവരവർ പറയുകയാണെന്ന് പിണറായി വിജയൻ മറുപടി നൽകി. ജനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷമാണ് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. ഇതിനു വേണ്ടിയുള്ള തെളിവുകളൊക്കെ തന്നെ സർക്കാരിന്റെ പക്കലുണ്ട്. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ഈ തെളിവുകൾ നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും 3 നേരത്തെ ഭക്ഷണം ഉറപ്പാക്കി. വീടില്ലാത്തവർക്ക് വീടുകൾ നൽകി. 4711 വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം തന്നെ നൽകിയത്. ഭൂമി സ്വന്തമായിട്ടില്ലാത്ത ആളുകൾക്ക് ഭൂമി ഉറപ്പാക്കി. ഇങ്ങനെ ജനങ്ങൾക്കിടയിലെ പല ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കിയത്. അതേസമയം സഭാ സമ്മേളനം സമ്മേളിച്ചത് തന്നെ തെറ്റായ കീഴ്വഴക്കത്തിലൂടെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തട്ടിപ്പ് വിദ്യയാണ് സർക്കാർ നടത്തുന്നത്. അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് സർക്കാർ പറയുമ്പോൾ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും അതിദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നവംബർ മാസം 1 കേരള പിറവി ദിനത്തിൽ ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചതല്ല. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലെയും പരസ്യങ്ങളിലൂടെയാണ് ഇത് അറിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ നവംബർ 1 നിയമസഭാ സമ്മേളനത്തിൽ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ ഈ നേട്ടം കണ്ട് സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇത്തരം അനാവശ്യമായ വിവാദങ്ങളും അനാവശ്യമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രതികരണം.